ഹലോ എല്ലാവർക്കും കുട്ടനാടൻ ടെക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കസ്റ്റം റോം എന്നാണ്. റോം തന്നെ രണ്ട് തരമുണ്ട്, സ്റ്റോക്ക് റോം ഉണ്ട്, കസ്റ്റം റോം ഉണ്ട്. ഈ സ്റ്റോക്ക് റോം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് ഇൻബിൽഡായി വരുന്ന റോമാണ് സ്റ്റോക്ക് റോം. പിന്നെ കസ്റ്റം റോം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻബിൽഡ് റോമിനെ എടുത്ത് അൺഒഫീഷ്യൽ ഡെവലപ്പർമാർ അതിനെ ബിൽഡ് ചെയ്ത് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതിനാണ് കസ്റ്റം റോം എന്ന് പറയുന്നത്. ഈ കസ്റ്റം റോം നമ്മുടെ ഫോണിൽ ഇടണമെങ്കിൽ നമ്മുടെ ഫോൺ റൂട്ട് ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ഈ കസ്റ്റം റോം തന്നെ കുറേ ടൈപ്സിൻ്റെ ഉണ്ട്. ലീനിയേജ് OS, 30 യൂണിക്കോൺസ്, റിസറക്ഷൻ റിമിക്സ്, AOSP, കനറി റോം എക്സെട്ര, അങ്ങനെ കുറേ റോംസുകളുണ്ട്. അപ്പം എല്ലാ റോമിനും അതേ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ മെയിൻലി ലീനിയേജ് OS ആണ് മെയിൻ റോം. അവരുടെ റോം എടുത്തിട്ടാണ് ബാക്കിയവർ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ പേരിനകത്ത് ഇട്ടിട്ട് ആ റോമിനെ അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം കസ്റ്റം റോമിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കസ്റ്റം റോമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ഇല്ലാത്ത ഫീച്ചർ വരെ നമുക്ക് കിട്ടും ആ റോം ഇട്ട് കഴിഞ്ഞാൽ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, നമ്മുടെ ഫോൺ റൂട്ടായിരിക്കും, അപ്പോൾ ഇൻസെക്യൂർ ആണെന്ന എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നും ഇല്ല. ഇൻസെക്യൂർ നമ്മുടെ യൂസ് പോലെ ആയിരിക്കും, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന അതേപോലെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് സപ്പോർട്ടും കൂടെ ചെയ്യുക. താങ്ക് യു.